അടുക്കളയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു യാതനകളുണ്ട്. അപ്പോൾ ആ യാതനകളെ അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഈക്വാലിറ്റി, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമത്വാദമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എം.എ. ബേബി സ്വന്തം വീട്ടിലും അതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസിലായിക്കൊള്ളട്ടെ മറ്റ് പൊതു ഇടങ്ങളിലൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ട് കഴിച്ച പാത്രം കഴിവെക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ഇതിനൊരു PR വർക്കായിട്ട്, കാരണം തങ്ങളുടെ ദേശീയ സെക്രട്ടറി വരെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് എന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എനിക്ക് ആകെപ്പാടെ ഇന്ന് രാവിലെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് എഴുതിയിരിക്കുന്ന ഒരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഇങ്ങനെയുള്ള ഒരു എളിമയോടുകൂടിയ ഒരു ജീവിതം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പക്ഷെ ആ ട്രോളിലൂടെയും വളരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം.എ. ബേബി തന്നെയാണ്. കാരണം എം.എ. ബേബി പറയുന്ന ഒരു രാഷ്ട്രീയം കൂടി ഈ പാത്രം കഴുകലിനകത്തുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ സമത്വത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ആളുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അഭിപ്രായമായിട്ട് പുറത്തേക്ക് വരണമെന്നേ. നമസ്കാരം. എം.എ. ബേബി ഒരു പാത്രം കഴുകിയത് ഇപ്പൊ പൊതുസമൂഹം വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. ശരിക്കും ഒരു പാത്രം കഴുകിയത് ഇത്ര വലിയ കുറ്റാണോ? എം.എ. ബേബി പാത്രം കഴുകിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകാൻ ഉദ്ദേശിച്ച സന്ദേശം എന്താണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. പക്ഷെ നമ്മളത് ഊഹിച്ചു പറയുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു യാതനകളുണ്ട്. അപ്പോൾ ആ യാതനകളെ അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഈക്വാലിറ്റി, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമത്വാദമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ എം.എ. ബേബി ഇങ്ങനെ പാത്രം കഴുകുന്ന ഒരു വീഡിയോ പുറത്തേക്ക് വരാനായിട്ട് ഉണ്ടായ സാഹചര്യം. പിന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ എം.എ. ബേബിയുടെ ചില നന്മകൾ കൂടി നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പല ആളുകളും പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം.എ. ബേബി സ്വന്തം വീട്ടിലും അതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസിലായിക്കൊള്ളട്ടെ മറ്റ് പൊതു ഇടങ്ങളിലൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ട് കഴിച്ച പാത്രം കഴിവെക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അതാണ് അദ്ദേഹം ഇപ്പോൾ ഒരു CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രഹസന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വീട്ടിൽ ചെന്ന സമയത്ത് അവിടുത്തെ പാത്രം എടുക്കുകയും അത് കഴുകുകയും ഒക്കെ ചെയ്തത് എന്നാണ് അവർ പറയുന്ന പക്ഷം. നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് മറ്റൊരു വശമുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം.എ. ബേബി നടത്തിയ ഈ ഒരു സംഭവത്തെ അതിനെ ഒരു PR ആക്ടിവിറ്റി ആയിട്ട് ഇടത് സൈബർ ഇടങ്ങൾ കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവിടെ എം.എ. ബേബി പരിഹാസനാകുമോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിന് രണ്ട് വശങ്ങളുണ്ട് ഈ പാത്രം കഴുകലിന്. അതായത് ഒന്നാമത്തെ വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്ത്രീ ഈക്വാലിറ്റി, ഒരു സ്ത്രീ അടുക്കളയിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, എന്നാൽ പുരുഷൻ കസേരയിൽ ഇരിക്കുകയും ഭാര്യ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ അമ്മ മാത്രം അടുക്കളയിൽ പണിയെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ഭക്ഷണം പാചകം ചെയ്യൽ ഉൾപ്പെടെ തുണികളക്കൽ ഉൾപ്പെടെ പാത്രം കഴുകൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ മാത്രം ചെയ്യേണ്ടി വരുന്ന ഗതികേട്, ആ ഗതികേടിനെ കൂടി പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക. ഇത്രയും വലിയ CPM-ന്റെ ദേശീയ സെക്രട്ടറിയാണ് അദ്ദേഹം. CPM-ന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന എം.എ. ബേബി പോലും ഭക്ഷണം കഴിക്കുന്ന സ്വന്തം പാത്രം അദ്ദേഹം തനിച്ചാണ് കഴുകുന്നത് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് വലിയൊരു കാര്യമാണ്. അത് സതുദ്ദേശത്തോടു കൂടിയുള്ള കാര്യമാണ്. പക്ഷെ മറിച്ച് അതിനിപ്പുറത്തേക്ക് ഇതിനൊരു PR വർക്കായിട്ട്, കാരണം തങ്ങളുടെ ദേശീയ സെക്രട്ടറി വരെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് എന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കാരണം ഇപ്പോൾ ഗ്രഹസന്ദർശന പരിപാടി എന്തിനാണ് CPM സംഘടിപ്പിച്ചിട്ടുള്ളത്? CPM-നെ സംബന്ധിച്ചൊരു ത്രിതല പഞ്ചായത്തിൽ CPM നേരിട്ടിട്ടുള്ള ഒരു പരാജയമുണ്ട്. ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ തേടിക്കൊണ്ട് ആണ് CPM ഓരോ വീടുകളിലേക്കും എത്തുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വീടുകളിൽ എത്തുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകുക, അവരെ കൃത്യമായിട്ട് കേൾക്കുക, അവരുമായിട്ട് തർക്കിക്കാതിരിക്കുക, അവരുമായിട്ട് സൗഹൃദം പങ്കിടുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ CPM തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു വീട് ഗ്രഹസന്ദർശനത്തിൻ്റെ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്, അതും വീടിനകത്ത് കയറിയിരുന്ന് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കുറേ നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഒരു വീട്ടിലെത്തുന്നു, അവിടെയൊക്കെ ആശയവിനിമയം നടത്തുന്നു, കുറച്ചൊക്കെ അവരൊക്കെ പറയാനുള്ള വിഷമതകളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കുന്നു, അവരെന്തുകൊണ്ട് ഇപ്രാവശ്യം CPM-ന് എതിരായിട്ട് ചിന്തിച്ചു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവരുമായിട്ട് സൗഹൃദം പങ്കിടുന്നു, CPM-ന് എന്താണോ പറയാനുള്ളത്, ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ CPM-ന് എന്താണോ പറയാനുള്ളത് അതൊക്കെ അവിടെ കൃത്യമായിട്ട് വിശദീകരിക്കപ്പെടുന്നു. അത് വിശദീകരിച്ചതിന് ശേഷം സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ആ അന്തരീക്ഷത്തിൽ എം.എ. ബേബി ഒരു ദേശീയ സെക്രട്ടറിയാണ്, അദ്ദേഹത്തോട് പറയുന്നു എന്നാൽ നമുക്ക് ലേശം ഭക്ഷണം കഴിച്ചിട്ട് പിരിയാം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എം.എ. ബേബി
എന്താ ചെയ്യുക, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. അവിടെ പോയി പാത്രം കഴുകി വെക്കുന്നു. ഇത് സ്വാഭാവിക നടപടിക്രമമായിരുന്നുവെങ്കിൽ ഇതിനെ ആരും പരിഹസിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇത് വീഡിയോ ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ടപ്പോൾ അതൊരു PR തന്ത്രമാണോ എന്ന് സംശയിക്കുക സ്വാഭാവികമാണ്. അവിടെയാണ് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നത്. കാരണം ഇത് ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, MA ബേബി അങ്ങനെ ഒരു പാത്രം കഴുകുന്ന അങ്ങനെ ഒരു വീഡിയോ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കാര്യം അങ്ങനെ പൊതുജനം അറിയുമായിരുന്നു. ഇപ്പോൾ ഇത് ചർച്ചയാവുന്നുണ്ടല്ലോ. MA ബേബി പാത്രം കഴിയുന്നതിന് ചർച്ചയാവുന്നുണ്ട്. ആ ചർച്ചയാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീടിനകത്ത് സ്ത്രീകൾ മാത്രമല്ല ജോലികൾ ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര ഉന്നതനായാലും കഴിച്ച പാത്രമെങ്കിലും കഴുകി വെക്കുവാൻ അവന് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. ഇത് എളിമയുടെ സന്ദേശമാണോ ലോകത്തിന് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ MA ബേബിയെ നമ്മൾ പലപ്പോഴും ഒന്നുകൂടി ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ജീവിത ശൈലി എപ്പോഴും ഒരു തോൾസഞ്ചിയും ഒരു തുണിസഞ്ചിയും തോളത്ത് തൂക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് MA ബേബി എന്ന് പറയുന്നത്. CPM-നകത്തെ തന്നെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും ആർഭാടകരമായ ജീവിതം നയിക്കുന്ന സമയത്തും ഒരു സിംപ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് MA ബേബി എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നു. എനിക്ക് അദ്ദേഹത്തോട് അടുത്ത പരിചയങ്ങളൊന്നുമില്ല. എനിക്ക് ആകെപ്പാടെ ഇന്ന് രാവിലെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് എഴുതിയിരിക്കുന്ന ഒരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഇങ്ങനെയുള്ള ഒരു എളിമയോടുകൂടി ഒരു ജീവിതം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹവും പറയുന്നുണ്ട് ഇതേ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതചര്യ എന്ന്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കതയെ പൊതുസമൂഹം പരിഹസിക്കേണ്ടതായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയെ ആരെങ്കിലും ഒക്കെ ഒരു ട്രോൾ മെറ്റീരിയലാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശം അവർക്കുണ്ട്, അവരത് ചെയ്തു കൊള്ളട്ടെ. പക്ഷെ ആ ട്രോളിലൂടെയും വളരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MA ബേബി തന്നെയാണ്. കാരണം MA ബേബി പറയുന്ന ഒരു രാഷ്ട്രീയം കൂടി ഈ പാത്രം കഴുകലിനകത്തുണ്ട്. അതായത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടിയിരുന്ന ഒരു ജോലിയാണ് അടുക്കളയിലെ പാത്രം കഴുകൽ അല്ലെങ്കിൽ തുണി അലക്കൽ എന്നൊക്കെയുള്ള രീതിയിൽ നിന്നും സ്ത്രീകളോടൊപ്പം തന്നെ പുരുഷനും അടുക്കളയിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പാത്രം കഴുകൽ. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസക്തി കൂടി ഈ പാത്രം കഴുകലിനുണ്ട്. പല ആളുകളും ഇത് ട്രോളാക്കി മാറ്റിയേക്കാം, അല്ലെങ്കിൽ പല പല രീതിയിൽ വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ വീടിനകത്തിരിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടെന്നേ. അവരെ സംബന്ധിച്ചിട്ട് അവർ നോക്കുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഇദ്ദേഹത്തിന് ഈ പാത്രം കഴുകൽ എന്ന് പറയുന്നത്. കാരണം ഇനി അവർ പലരും വീട്ടിൽ ചോദിക്കും, MA ബേബിക്ക് പാത്രം കഴുകാം, പിന്നെയാണോ നിങ്ങൾക്ക് പാത്രം കഴുകാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പുരുഷൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പം എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പാത്രം കഴുകില്ല. അല്ലെങ്കിൽ ഞാനൊരു ഗവൺമെൻറ് ജീവനക്കാരനാണ്, എനിക്ക് പാത്രം കഴുകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ജോലി ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് പാത്രം കഴുകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറുന്ന ഒരു പൊതുസമൂഹത്തിന്. കാരണം ഇപ്പോഴത്തെ പുതിയ തലമുറ അങ്ങനെയൊന്നുമല്ല. പുതിയ തലമുറ ഒരു കറി ഉണ്ടാക്കാനാണെങ്കിൽ ഒരാൾ തേങ്ങ ചിരണ്ടിയാൽ മറ്റേ ആൾ പച്ചക്കറി അരിയും. അങ്ങനത്തെ ഒരു ഡിവൈഡ് ചെയ്താണ് ജോലി ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ആളുകളൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കെ അവർക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടുന്നത്. പക്ഷേ ഇതിനിടയിൽ നിൽക്കുന്ന ഒരു മിഡിൽ ഇതിൽപ്പെട്ട ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് മേലുള്ള ഒരു പുരുഷാധിപത്യമുണ്ട്. ആ പുരുഷാധിപത്യത്തിന് മേലുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടിയാണ് ഈ MA ബേബിയുടെ ഈ ഒരു പാത്രം കഴുകൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഇതൊക്കെ വലിയൊരു ട്രോൾ മെറ്റീരിയലൊക്കെ ആയിട്ട് മാറിയേക്കാം, ഒരുപാട് ആളുകൾ കളിയാക്കിയേക്കാം. പക്ഷെ അപ്പോഴും ഇതിവിടെ ചർച്ചയാകുന്നുണ്ടല്ലോ. അതായത് MA ബേബി ഒരു വീടിൻ്റെ അടുക്കളയിൽ കയറി അദ്ദേഹം കഴിച്ച പാത്രം കഴുകി വെക്കുമ്പോൾ അതിവിടെ ചർച്ചയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ വിഷയം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ സമത്വത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ആളുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അഭിപ്രായമായിട്ട് പുറത്തേക്ക് വരണമെന്നേ. അവർ ഈ ട്രോളുകളെയൊക്കെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? കാരണം ഇത്രയും വളരെ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, മുൻ മന്ത്രിയായിരുന്ന, അത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരു വ്യക്തി, അയാളുടെ സിംപ്ലിസിറ്റി, അയാളുടെ ഒരു നിഷ്കളങ്കമായ ജീവിത ശൈലി കേരളത്തിൽ കാണിച്ചു വരുമ്പോഴത്തേക്ക് അതിൽ ചിലർക്ക് അസ്വസ്ഥരാകും. പക്ഷേ അതിൽ വിമർശനങ്ങളുമുണ്ട്. ഈ ഒരു നിഷ്കളങ്കമായ ജീവിതത്തെ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ജീവിതത്തെ അത് PR വർക്കാക്കുന്നതിലൂടെ വോട്ട് നേടാനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്നാണ് ഈ ട്രോൾ ഉണ്ടാക്കുന്നവരുടെയും ഒരു വാദം എന്ന് പറയുന്നത്. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം എന്താ പറയുക, ഇപ്പോൾ MA ബേബി ഒരു വീട്ടിൽ കയറി പാത്രം കഴുകി അതെടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടു എന്ന് കരുതി ഇവിടെ ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ചർച്ചകൾ ഉയർന്നു വരട്ടെന്നേ. ഇതൊക്കെ കുറച്ചുകൂടിയൊക്കെ സ്ത്രീ സമത്വത്തെയും സ്ത്രീ സ്വാതന്ത്ര്യത്തെയും ഒക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളല്ലേ. അതൊക്കെ വളരെ സുതാര്യമായിട്ടും സുഗമമായിട്ടും നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പക്ഷം.